അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് NH-66 പണി പുരോഗതിയെ പറ്റിയാണ്. ഭാരത്മാല പരിയോജന EPC മോഡലിലാണ് ഇത് തുറവൂർ ടു പറവൂർ 38 കിലോമീറ്റർ പണിയുന്നത്. കോൺട്രാക്ടർ KC ബിൽക്കോണാണ്. 6 ലൈൻ ഡ്യുവൽ കാരേജ് വേ ആണ് വിത്ത് സർവീസ് റോഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വരുന്നത് 4 മൈനർ ബ്രിഡ്ജസ്, 3 SB UP, 10 LV UP, ഒരു എലിവേറ്റഡ് കം ROB, 2 VUP, 3 ഫ്ലൈ ഓവർ, 53 കൾവർട്ടുമാണ്. കൾവർട്ട് ഇതിൻ്റെ പണി ഏകദേശം 50% മേലായിട്ടുണ്ട്. കംപ്ലീഷൻ ഡേറ്റ് സെപ്റ്റംബർ 2024 പക്ഷേ അടുത്ത വർഷം അവസാനത്തോട് കംപ്ലീറ്റ് ആവുമെന്നാണ് പ്രതീക്ഷ. വർക്ക് പുരോഗതിയുണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പുറകാണ്. ഇതിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ മുതൽ തുമ്പൂളി വരെയുള്ള കവർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വർക്ക് പുരോഗതി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഫ്ലൈ ഓവർ പണി മിക്കവാറും ഉണ്ടായിരിക്കുന്നത് എലിവേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് കണിച്ചുകുളങ്ങരയിലും ചേർത്തല ജംഗ്ഷനിലുമാണ്, ചേർത്തല എക്സ്റേ കവലയിലും അവിടെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നെ ഒന്നുള്ളത് കഞ്ഞിക്കുഴിയിലും ഒരു ഫ്ലൈ ഓവർ പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ 3 ഫ്ലൈ ഓവർ കാണിക്കുന്നുണ്ട്. ഒരു എലിവേറ്റഡ് കം ROBയും കാണിക്കുന്നുണ്ട്. അതാണ് പ്രൊജക്ട് റിപ്പോർട്ടിലുള്ളത്. കോൺക്രീറ്റ് റീവാൾ ബ്ലോക്ക് വെച്ചാണ് ഈ SUVPയും LVUPയും ഫില്ല് ചെയ്യുന്നത്. അത് സൈഡിൽ ഇട്ടിട്ട് റോഡിനെ ഇരുവശത്തും കട്ടകൾ നിരത്തി അവയ്ക്കിടയിൽ മണ്ണിട്ട് നിറച്ചാണ് ജിയോ ഗ്രിഡ് സ്ഥാപിക്കും. അവിടെയാണ് ഈ ഫ്ലൈ ഓവർ വരുന്നത്. ഫ്ലൈ ഓവറല്ല, ഒരു അണ്ടർപാസിൻ്റെ മേളിൽ കൂടി പോകുന്നത്. കുറേയധികം പണികൾ പുരോഗമിച്ചിട്ടുണ്ട്, പക്ഷെ അതിലായിട്ടില്ല. കട്ട നിരത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ട്രാവലിങ്ങിന് മതിയായ സൗകര്യം കുറവാണ്. പെഡസ്ട്രിയന് അത് ഒരു പോരായ്മയായിട്ട് കാണുന്നുണ്ട്. മിക്കയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനായിട്ട് കിലോമീറ്റർ പോകേണ്ടി വരും. അതിനെന്താണ് വഴിയെന്നുള്ളത് ഇതുവരെയായിട്ടും ഇതിനകത്ത് കാണിച്ചിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് കാണുന്നില്ല. ചിലയിടത്ത് ഈ മേൽപ്പാലമുണ്ട്, പെഡസ്ട്രിയൻ പാലമുണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് സ്ഥാപിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഉയരപ്പാതയായിരുന്നു ഏറ്റവും അനുയോജ്യം ഇവിടത്തേക്ക്. ഉയരപ്പാത ഉണ്ടായിരുന്നെങ്കിൽ അടിയിൽ കൂടിയുള്ള ട്രാവലിംഗ് വളരെ സിമ്പിളാകുമായിരുന്നു. ഇത് ക്രോസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓൾറെഡി 70 കിലോമീറ്റർ നിന്നും 100 അബോവ് കിലോമീറ്ററിലായിരിക്കും സ്പീഡ് പോകുന്നത്. ആ വണ്ടികളുടെ കൂടി ഇത്രയും ഒബ്സ്ട്രക്കിൾസ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുകയെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അതുകൊണ്ട് അതൊരു പോരായ്മയായിട്ട് കാണുന്നുണ്ട്. വർക്കെല്ലാം ഒരുമാതിരി നന്നായിട്ട് പോകുന്നുണ്ട്. ചൂടിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ അത് തന്നെ എല്ലാ മെറ്റീരിയൽ കിട്ടാനുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതാണ് കൂടുതൽ കാണുന്നതിനകത്ത്. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 17 മാർച്ച് 2022. എക്സ്പെക്റ്റഡ് കംപ്ലീഷൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 12 സെപ്റ്റംബർ 2024 പക്ഷേ ആ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി. ഇപ്പോൾ കേൾക്കുന്നത് അടുത്ത വർഷം 2025, ഈ വർഷം തന്നെ ഡിസംബറോടുകൂടി തീരുമെന്നാണ് കേട്ടത്. റോഡ് പണിയുന്ന മുമ്പായിട്ട് ഇവർ ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക്കിൻ്റെ ഒരു സർവേ നടത്തിയിരുന്നു. അതുപോലെ ആക്സിൽ ലോഡ് സർവേ നടത്തിയിട്ടാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ 6 ലൈൻ ആക്കിയത്. 6 ലൈൻ പ്ലസ് സർവീസ് റോഡാണ് വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേക്കും ട്രാഫിക് വളരെ സ്മൂത്താകും. തിരുവനന്തപുരം എറണാകുളം 2.5 മണിക്കൂർ കൊണ്ട് എത്താമെന്നാണ് ഒരു പുതിയ ഇത്. നേരത്തെ 6 മണിക്കൂർ എടുക്കുന്ന സ്ഥലത്ത് 2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. പക്ഷേ വർക്കിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും സ്ലോയാണ്, ചിലയിടത്തൊക്കെ സ്ലോയാണ്.
ഈ പെഡസ്ട്രിയൻ്റെ ക്രോസിംഗ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതിനൊരു അണ്ടർപാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. ജനനിബിഡമാണല്ലോ കേരളം, അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് 1 കിലോമീറ്റർ കഴിഞ്ഞ് അണ്ടർപാസ് തപ്പിയെടുത്ത് അത് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. പക്ഷെ അത് ഇനിയിപ്പോൾ അതിന് നടക്കുമെന്നൊന്നുമില്ല. പക്ഷെ അത് തുറവൂർ അരൂർ പാതയിലെ ആ പ്രശ്നം ഈ ഉയരപ്പാത ആയതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാകില്ല. ഉയരപ്പാതയ്ക്ക് കുറച്ചുകൂടി കോസ്റ്റ് കൂടുമെങ്കിലും അതായിരുന്നു കൺവീനിയൻറ്റ്.